മലയാളി ദമ്പതികളും സുഹൃത്തായ അധ്യാപികയും അരുണാചൽ പ്രദേശിലെ ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തതിൽ പല അഭ്യൂഹങ്ങളും ദുരൂഹതയുമുണ്ട്. കൂട്ടമരണത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണ് എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം. മരിച്ചവർക്ക് ബ്ലാക്ക് മാജിക് സംഘവുമായി ബന്ധമുണ്ടായിരുന്നതിന്റെ സൂചനകൾ നവീനിന്റെ ലാപ്ടോപ്പിൽ നിന്നും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. 3 പേരുടെയും ഇമെയിൽ ചാറ്റ് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ സുഖജീവിതം ലഭിക്കുമെന്ന് ഇയാൾ ഭാര്യയെയും ആര്യയെയും വിശ്വസിപ്പിച്ചിരുന്നതായും പോലീസ് സംശയിക്കുന്നു. അതിനിടെ ദേവിയുടെയും ആര്യയുടെയും സംസ്കാരം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. നവീൻ തോമസിന്റെ സംസ്കാരം വെള്ളിയാഴ്ചയാണ്. ഉച്ചയോടെയാണ് 3 പേരുടെയും മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്. ദേവിയുടെയും ആര്യയുടെയും സംസ്കാരം ശാന്തി കവാടത്തിൽ നടന്നു. പോലീസ് അന്വേഷണം തുടരുകയാണ്. ബ്ലാക്ക് മാജിക് തന്നെയാണോ ഇവരെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത്തരം സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ മുറിയിൽ നിന്ന് അവർ മരിച്ചു കിടന്ന സ്ഥലത്ത് കണ്ടെത്തിയത് പാത്രത്തിൽ തലമുടിയും അതുപോലെ തന്നെ കറുത്ത വളപ്പൊട്ടുകളുമാണ്. മരണത്തിന് മുൻപ് ഇവരിങ്ങനെ മന്ത്രവാദം ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു, അല്ലെങ്കിൽ അത്തരം ആഭിചാര ക്രിയകൾ അവിടെ നടന്നു എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. അപ്പോഴും ഇത് പൂർണ്ണമായും ബ്ലാക്ക് മാജിക് ആണ്, അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെയാണ് ഇവർ മരണത്തിലേക്ക് എത്തിയത് എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. ഇത് ബ്ലാക്ക് മാജിക് ആണെന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇതൊരു അവർ ഫോളോ ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു ബിലീഫ് സിസ്റ്റത്തിൻ്റെയോ അതല്ലെങ്കിൽ അവർ വായിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ മോട്ടിവേറ്റഡ് ആയിട്ടോ ചെയ്ത ഒരു കാര്യമായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ വായിച്ചിരുന്ന അവർ നടത്തിയിരുന്ന കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായ രീതിയിൽ ഡെസിഫർ ചെയ്താൽ മാത്രമേ ഡീകോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ചടങ്ങുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇവരുടെ വീട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഇത്തരം കാര്യങ്ങൾ ഇവർ ചെയ്തിരുന്നോ, അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നോ, വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ബ്ലാക്ക് മാജിക് അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് ചോദിച്ചറിയാൻ ലക്ഷ്യം വയ്ക്കുന്നത്. അതിൽ മറ്റൊരു കാര്യം, ഈ വീട്ടുകാർ നേരത്തെ തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വിലക്കിയിരുന്നു എന്ന അത് അടക്കമുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി പോലീസിൻ്റെ ഒരു സ്ഥിരീകരണം അക്കാര്യത്തിലും വന്നിട്ടില്ല. ഇതിൽ വീട്ടുകാർ ഇനി അന്വേഷണവുമായി സഹകരിക്കേണ്ടതുണ്ട്. കറുത്ത കല്ല് പതിച്ച വളകൾ ഇത് മൃതദേഹങ്ങളിൽ 2 യുവതികളുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതും ഏതെങ്കിലും ഈ ആഭിചാരത്തിൻ്റെ ഭാഗമായി അവർ ധരിച്ചിരുന്നതാണോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. അടുത്ത മാസം ആര്യയുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. വീട്ടുകാരോട് പറയാതെയാണ് കഴിഞ്ഞ 26-ന് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. മറ്റു 2 പേരും കോട്ടയത്ത് നിന്ന് സഞ്ചരിക്കുകയായിരുന്നു. പിന്നീട് കൊൽക്കട്ടയിലേക്കും അവിടെ നിന്ന് അസമിലേക്കും അവിടെ നിന്നാണ് ഒടുവിൽ അരുണാചൽ പ്രദേശിലേക്കും എത്തുന്നത്. അവിടെയുള്ള ഈ വിശ്വാസ സമൂഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ ആരെങ്കിലുമായി ഇവർക്ക് പരിചയമുണ്ടോ? നേരത്തെ തന്നെ നവീനും ദേവിയും അവിടേക്ക് പോയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പുതിയ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിൽ ഇവർ വലിയ സന്തോഷത്തോടെ നടക്കുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിലായിരിക്കും പോലീസ് അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.